Hi friends, എല്ലാവർക്കും ടെക് അഡ്വത്ത് ഉണ്ണീശ്വരത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് പഗാരിയുടെ ഒരു USB മോഡ്യൂൾ കിറ്റാണ്. G-Star എന്ന കമ്പനിയാണ് ഈ മോഡ്യൂൾ കിറ്റ് ഇറക്കുന്നത്. വീഡിയോയ്ക്ക് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കാണാൻ സാധിക്കും നല്ല തിരക്കേടില്ലാത്ത ഒരു പാക്കിങ്ങിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് പഗാരിയുടെ ഒരു ബ്രാൻഡ് നെയിമും അവർ G-Star-ആണ് ഇത് ഇറക്കുന്നത്. പിന്നെ USB മോഡ്യൂൾ കിറ്റ് വിത്ത് ലേറ്റസ്റ്റ് വേർഷൻ ബ്ലൂടൂത്ത്, അത് ബ്ലൂടൂത്ത് 5 ആണ് അവർ ഇതിൽ വന്നിട്ടുള്ളത്. അവർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവർ ഇതിൻ്റെ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട്. പിന്നെ ബിഗ് ഡിസ്പ്ലേ ഇതൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത്. പിന്നെ BT വർക്ക് വിത്ത് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വേർഷൻ 8ഉം 9ഉം ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ് അവരുടെ അവകാശവാദം. നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് തിരക്കേടില്ലാത്തൊരു പാക്കിങ്ങിലാണ് വന്നിട്ടുള്ളത്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്കിതിലിപ്പോൾ ഇതിൽ വരുന്ന ഐറ്റംസാണ് ഇത്. ഒരു മൊഡ്യൂൾ കിറ്റ്, ഒരു റിമോട്ട്, പിന്നെ വിത്ത് വയേഴ്സ്. ഈ 3 ഐറ്റംസാണ് അതിലുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ആദ്യം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് റിമോട്ടാണ്. ഇതെടുത്ത് പറയേണ്ടത് ഇതിൻ്റെ റിമോട്ട് തന്നെയാണ്. കാരണം നമുക്ക് ക്വാളിറ്റി ഉള്ളൊരു റിമോട്ടാണ് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന മോഡ്യൂൾ കിറ്റിനൊക്കെ ഒരു വളരെ ചെറിയൊരു റിമോട്ടാണ്. അത് എന്തായാലും പെട്ടെന്ന് തന്നെ കേടാവുന്ന തരത്തിലുള്ള റിമോട്ടാണ് അതിൽ വരാറുള്ളത്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള 2 AAA ബാറ്ററിയാണ് അതിൽ യൂസ് ചെയ്യേണ്ടത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു റിമോട്ട് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അത് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. നമുക്ക് നല്ലൊരു നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള അതിൻ്റെ ബട്ടൺസ് അതിലെല്ലാം തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് അതിൻ്റെ റിമോട്ട്. എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ അതിൻ്റെ റിമോട്ട് തന്നെയാണ്. പിന്നെ അടുത്ത് വരുന്നത് നമുക്ക് അതിന് വിത്ത് വയേഴ്സാണ്. നമുക്ക് അതിൽ പവറിലേക്കും അതുമാതിരി ഇൻപുട്ടായിട്ടൊക്കെ കൊടുക്കേണ്ട ഔട്ട്പുട്ട് എടുക്കാനുള്ള വയേഴ്സാണ് വരുന്നത്. പിന്നെ ഇതാണ് നമുക്ക് USB മോഡ്യൂൾ. തിരക്കേട് സാധാരണ എല്ലാം വലിയ മാറ്റങ്ങളൊന്നുമില്ല. സ്വിച്ചസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെയാണ് ഇവരുടെ G-Starൻ്റെ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇവരുടെ ബോർഡുകൾ വരാറുള്ളത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ഈസിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ചും കൂടി വലുപ്പമുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ നമുക്ക് അതിൽ സാധാരണമാതിരി USB കണക്ട് ചെയ്യാൻ TF കാർഡ്, മോക്സിന്, വോളിയം സ്കാന്, വോളിയം പ്ലസ്, അങ്ങനെ മോഡ് ചേഞ്ച് ചെയ്യാൻ ഇതൊക്കെയുള്ള ബട്ടൺസാണുള്ളത്. വേറെ പ്രത്യേകിച്ച് മാറ്റംസ് ഒന്നുമില്ല. മറ്റ് USB മോഡലിൽ എന്തൊക്കെയുള്ള ഫംഗ്ഷൻ അത് തന്നെയാണ് ഇതിലുള്ളത്. എന്നാലും നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് നല്ലൊരു. ഇതാണ് നമുക്ക് പവർ സെക്ഷൻ കൊടുക്കേണ്ട ഏരിയ. 5 വോൾട്ടാണ് ഇതിൽ കൊടുക്കേണ്ടത്. DC സിംഗിൾ സപ്ലൈ ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിൻ്റെ വിത്ത് നമുക്ക് കണക്റ്റീവ്സാണ് വന്നിട്ടുള്ളത്. നമുക്കത് നോക്കി പ്ലസ് മൈനസ് നോക്കി കൊടുക്കാൻ നോക്കാം. റെഗുലേറ്റ് ചെയ്ത 5 വോൾട്ടാണ് കൊടുക്കേണ്ടത്. പിന്നെ ഒരു കപ്പാസിറ്റർ അവർ കൊടുത്തിട്ടുണ്ട് 10 വോൾട്ടിൻ്റെ 470 UF ഒരു കപ്പാസിറ്റർ ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ട് അതിലവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് കാണാം. ഇവിടെയാണ് ഔട്ട്പുട്ട് എടുക്കേണ്ട ഏരിയ. അതിന് നമുക്ക് വയേഴ്സ് വിത്ത് വയേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് 2 വയേഴ്സ് അതിന് വേണ്ടിയിട്ടാണ്, അതായത് പവർ സെക്ഷനും പിന്നെ ഔട്ട്പുട്ട് എടുക്കാൻ. ഇവിടെ നിന്നാണ് നമുക്ക് ഓക്സ് കണക്ട് ചെയ്യേണ്ടത്. അതിനവർ പ്രത്യേകിച്ച് നമുക്ക് വയേഴ്സ് ഒന്നും തന്നിട്ടില്ല. ഇനി എന്താണെന്നറിയില്ല. പിന്നെ ഇവിടെ നിന്നാണ് നമുക്ക് FM ആൻറ്റിന എടുക്കേണ്ടത്. അതൊക്കെ എല്ലാം തന്നെ ബോർഡിൽ കറക്റ്റായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് അതിൻ്റെ നമുക്കെടുത്ത് പറയേണ്ട നല്ല തിരക്കേടില്ലാത്തൊരു ക്വാളിറ്റി. മെയിനായിട്ട് ഇവരുടെ ക്വാളിറ്റി തന്നെയാണ് എടുത്ത് പറയേണ്ടത്. നമുക്ക് IC നോക്കുമ്പോൾ അറിയാം. ഇതിൻ്റെ IC 2046 എന്നൊക്കെ പറഞ്ഞ നമ്പർ കാണുന്നുണ്ട്. ഇതാണ് IC അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അവർ തിരക്കേടില്ലാത്ത ഒരു USB മോഡൽ കിറ്റ് തന്നെയാണത്. എടുത്ത് പറയേണ്ടത് ക്വാളിറ്റി തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. നല്ല ക്വാളിറ്റിയുള്ള ഒരു USB മോഡൽ കിറ്റ് തന്നെയാണ്. G-Starൻ്റെ പല മോഡൽസും ഇവർ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. പിന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു USB മോഡൽ കിറ്റ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.